മന്ത്രി എം.ബി. രാജേഷിന്റെ വിമർശനം. CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനം. ഇലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിയിൽ പഞ്ചായത്തിന്റെ ആശങ്ക അവഗണിക്കരുത്. പഞ്ചായത്ത് രാജ് നിയമം സർക്കാർ ഉത്തരവിലൂടെ മറികടക്കരുതെന്നും വിമർശനം. വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരിയുണ്ട്. പാലക്കാട് നിന്ന് പ്രസാദ്, കഴിഞ്ഞ ദിവസം MS മാർഗത്തിൽ നടന്ന LDF യോഗത്തിലും CPIയുടെ നിലപാട് കൃത്യമായി പറഞ്ഞെങ്കിലും ഈ മദ്യനിർമ്മാണശാല വിഷയമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് സർക്കാർ തീരുമാനമെടുത്തത്. അന്തിമമായി ഇപ്പോൾ എക്സൈസ് മന്ത്രിയിലേക്ക് തന്നെ വിമർശനം എത്തുന്നു. എന്താണ് CPI ജില്ലാ എക്സിക്യൂട്ടീവ് പ്രകടിപ്പിക്കുന്ന ആശങ്കകൾ? ഇന്നലെ ചേർന്ന CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ് യോഗത്തിലാണ് മന്ത്രി എം.ബി. രാജേഷിന്റെ വിമർശനം ഉണ്ടായിട്ടുള്ളത്. മണ്ണാർക്കാട് നിന്നുള്ള നേതാവാണ് എം.ബി. രാജേഷിനെ രൂക്ഷമായി വിമർശിച്ചത്. ഇതിൽ ഈ എലപ്പുള്ളി മദ്യനിർമ്മാണ കമ്പനിയിൽ പഞ്ചായത്തിന്റെ ആശങ്ക അവഗണിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാൻ പാടില്ല. പഞ്ചായത്തിന്റെ ലൈസൻസ് ആവശ്യമില്ല എന്നെല്ലാം പറയുന്നത് പഞ്ചായത്ത് രാജ് നിയമം അതിന്റെ ലംഘനമാണ്. ആ രീതിയിലല്ല സർക്കാർ പോകേണ്ടത്. അതോടൊപ്പം തന്നെ മഴവെള്ള സംഭരണി കൊണ്ട് മദ്യക്കമ്പനി പ്രവർത്തിക്കാൻ കഴിയില്ല. മന്ത്രി പറയുന്നത് മഴവെള്ള സംഭരണി കൊണ്ട് തന്നെ ഇതിന്റെ ഒരു വലിയ ഭാഗം വെള്ളം കണ്ടെത്താൻ കഴിയുമെന്നുള്ള പ്രചരണമാണ് നടത്തിയിരുന്നത്. കഴിഞ്ഞ ദിവസം അഹല്യ സന്ദർശിച്ചുകൊണ്ട് തന്നെ മന്ത്രി ഇക്കാര്യം വിശദീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ അഹല്യ പോലെ ഒരു വലിയ 500 ഏക്കറിലേറെ സ്ഥലമുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ 100 ഏക്കറോളം മഴവെള്ള സംഭരണിയുണ്ട്. അത്തരം വലിയ രീതിയിൽ മഴവെള്ള സംഭരണി നിർമ്മിച്ചുകൊണ്ടാണ് അവർ വെള്ളമെടുക്കുന്നത്. പക്ഷേ എലപ്പുള്ളിയിൽ അത്തരത്തിലല്ല. അവിടെ വളരെ കുറഞ്ഞ സ്ഥലമാണ് കമ്പനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ മഴവെള്ള സംഭരണി കൊണ്ട് വെള്ളമെടുക്കാൻ കഴിയും എന്നെല്ലാം പറയുന്നത് വിശ്വസനീയമല്ല എന്നുള്ള വിമർശനമാണ് നേതാവ് ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ എലപ്പുള്ളിയിൽ കഴിഞ്ഞ LDF യോഗത്തിൽ CPI ഇക്കാര്യത്തിൽ ആശങ്ക പറഞ്ഞെങ്കിൽ പോലും CPIന്റെ നിലപാടിൽ നിന്ന് പൂർണ്ണമായുള്ള എതിർപ്പ് എന്നുള്ള നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ പോലും പാലക്കാട് ജില്ലയിൽ ജില്ലാ നേതാക്കൾക്കിടയിൽ കടുത്ത അതൃപ്തി തന്നെയാണ് ഉള്ളത്.